എല്ലാവർക്കും നമസ്കാരം. പേളിയാണ് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഏറിപ്പോയി. എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം കാരണം എന്താണെന്ന്. പേളി അതിന്റെ വിശദീകരണമൊന്നും മിണ്ടാതെ ഇങ്ങനെ ഇരുന്നു. പക്ഷെ ഇപ്പം സ്വന്തം ചാനലിൽ വന്ന് വളരെ ശാന്തയായിട്ടിരുന്നു പേളി അതിന്റെ ഒരു വിശദീകരണം തരുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ ആദ്യത്തെ കുറേ സമയമുണ്ടല്ലോ നമുക്ക് ബോറടിക്കും. അതിൻ്റെ അകത്തെ കമന്റ് ബോക്സ് നോക്കിപ്പോയി 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടീച്ചറിന്റെ ക്ലാസ് ഇരുന്ന പോലെ തോന്നുന്നുണ്ട് എന്ന്. അതെ, ശരിയാണ്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒന്നും എടുത്തില്ല. എനിക്കും ചുമ്മാ ബോറടിച്ചു. എത്ര നേരം അത് കേട്ടോണ്ടിരിക്കുക. ശരിക്കും ഒരു ഇംഗ്ലീഷ് ക്ലാസ് ഇരുന്ന പോലെ തോന്നി. പിന്നെ അതിന്റെ കുറച്ച് ഭാഗം ഇനി പോന്നു കഴിയുമ്പം ഈ ജോ സിബി മലയിലിനൊരു മറുപടി കൊടുക്കുന്നുണ്ട്. അവിടം തൊട്ട് കുഴപ്പമില്ല. നമ്മള് പേളി എന്താണ് പറയുന്നത് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് തൃപ്തിയാകുന്ന വിധത്തിൽ ഒരു മറുപടി പേളി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കേട്ടു തുടങ്ങാം. Nobody to say that. അത് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഐ എം സെയിങ് ജസ്റ്റ് ബി സേഫ്, ബിക്കോസ് ഞാൻ ഈ റീൽസ് ഒക്കെ കണ്ട് എല്ലാവരും അടി വാങ്ങുന്നതും ചോരയും ഇതെല്ലാം കണ്ട് ഞാൻ ആ ഫിയറിൽ നിന്നും ആ പെയിനിൽ നിന്നുമാണ് ഈ ഒരു പോസ്റ്റ് ഞാൻ ഇടുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് കുറേ DM-ൽ ഒരു പോസ്റ്റ് മാത്രം എനിക്ക് കുറേ പേര് എടുത്തെഴുതാൻ തുടങ്ങി. ഇങ്ങനെ ഒരാൾ ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് ഇത്രയും വലിയൊരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പോസ്റ്റ് കണ്ടു. എനിക്ക് ഭയങ്കര ഹേർട്ടായി. ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. പക്ഷേ ഞാൻ എഴുതാത്ത കാര്യം എങ്ങനെയാണ് ഇത്രയും മോശമായ രീതിയിൽ. അതിനകത്തൊരു ലൈനാണ് എന്നെ ഏറ്റവും ഹേർട്ട് ചെയ്തത്. ഇത് ഞാൻ ആരും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ എന്നെ ഹേർട്ട് ചെയ്തൊരു മെയിൻ സാധനം എന്താണെന്ന് വെച്ചാൽ, ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഗ്രേവിൽ ഞാൻ തുപ്പുന്ന പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം വന്നു. എനിക്കത് ഭയങ്കര സത്യമായിട്ട് എനിക്കത് ഭയങ്കര ഹേർട്ടായി. അത് കണ്ടപ്പം ഇത്രയും മോശമായിട്ട് ഞാൻ ഓണസ്റ്റായിട്ടും എൻ്റെ മനസ്സിൽ തട്ടി എഴുതിയ ഒരു സാധനം ഇത്രയും നെഗറ്റീവായിട്ട് അതിനെ വ്യാഖ്യാനിച്ചപ്പം എനിക്ക് ഭയങ്കര വിഷമായി. ഞാൻ വിചാരിച്ചു റിയാക്ട് ചെയ്യേണ്ട വിട്ടുകളാ എന്ന് വിചാരിച്ചു. പക്ഷേ ഈ സാധനം തന്നെ എൻ്റെ കമൻസിലും വരാൻ തുടങ്ങി. നീ അവരെ നോക്കി തുപ്പുകയാണ്, ആ ഒരു ചീത്ത രീതിയിലൊക്കെ കമൻസ് ഒക്കെ വരാൻ തുടങ്ങി. ഞാൻ ഭയങ്കര ഹേർട്ടായി. രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് പറ്റുന്നില്ല, എനിക്കിതിനോട് റിയാക്ട് ചെയ്യണം. ഞാനപ്പോൾ ആംഗ്രി ആയി, എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്. സോ ഐ വാസ് ഹേർട്ട് ആൻഡ് ഐ തോട്ട് ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് ഇടണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റോറി എഴുതി. ആ സ്റ്റോറിയാണ് നിങ്ങളുടെ മുമ്പിൽ പിന്നെ വന്ന ഒരു സ്റ്റോറി. ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്താ വെച്ചാൽ അതിലൊരു കാര്യം ഞാൻ എഴുതിയത് അതൊരു വലിയ തെറ്റായിരുന്നു ഞാൻ എഴുതിയത്. അതുകൊണ്ട് ഞാൻ ഒരു 15-20 കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഞാനത് ഡിലീറ്റും ചെയ്തു. എന്താ വെച്ചാൽ അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്കറിയാം എന്തായാലും സ്ക്രീൻഷോട്ട് പോകും. പക്ഷേ എനിക്കതിനോട് യോജിപ്പ് എനിക്ക് തന്നെ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു. അതിനകത്ത് ഞാൻ ഈ പോസ്റ്റ് ഇട്ട ആളെ ഒരു ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിച്ചു. അത് വളരെ വലിയ തെറ്റാണ്. നമ്മൾ ആരെയും അങ്ങനെ വിളിക്കാൻ പാടില്ല ഒരു ഫെയിൽഡ് എന്നോ. നമ്മൾ ആരുമല്ല അങ്ങനെ ഒരാളെ വിളിക്കാൻ. അങ്ങനെയല്ല എൻ്റെ പേരൻസ് എന്നെ വളർത്തിയത്. അത് വളരെ വലിയൊരു തെറ്റായി. അദ്ദേഹത്തിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് അങ്ങനെ വിളിച്ചതിന്. ഐ എം സോറി. I didn't mean to say that and I'm sorry if I hurt you by saying that. അതിനുശേഷം ഞാൻ അതിനകത്ത് എഴുതിയിരുന്നു, നേരത്തെ പോസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എന്നെക്കുറിച്ച് എഴുതിയ ആ പോസ്റ്റിൽ ലാസ്റ്റിൽ എഴുതിയിരുന്നു. എൻ്റെ പോസ്റ്റിൽ ഞാൻ ക്യാൻവയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനത്തെ ഒരു ആപ്പുണ്ട്. എഴുതിയ കാര്യം ഞാൻ നോട്ട് പാഡിൽ നിന്നിട്ട് ക്യാൻവയിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൻ്റെ ഒരു റേഷ്യോന് വേണ്ടി ഒന്ന് അടിച്ചപ്പം കുറേ ഫോർമാറ്റിൽ അതിൽ ആദ്യം വന്നതിൽ ഞാനിത് പോസ്റ്റ് ചെയ്യുകയും വേറെ ഒന്നും ഞാൻ അത്രയും ഡീപ്പായിട്ട് ഞാൻ ചിന്തിക്കാണ്ടാണ് അത് ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്തു. ഞാനതങ്ങനെ അപ്ലോഡ് ചെയ്തു. ജോ സിബി മലയിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു. അതിന്റെ കൂടെ പിന്നെ അത് വിട്ട് പുള്ളിക്കാരത്തി, എന്നാലും അതിന്റെ കൂടെ പിന്നെ അത് സംബന്ധിച്ചുള്ള കമന്റ് വന്നു. ഇതെല്ലാം കൂടെ ദേഷ്യം വന്നു. പുള്ളിക്കാരത്തി ഏത് മനുഷ്യന് ദേഷ്യം വരുമല്ലോ, അതുപോലെ സ്വാഭാവികമായിട്ടുള്ള ദേഷ്യം വന്നു. ദേഷ്യം വന്നതിന്റെ പുറത്താണ് പുള്ളിക്കാരത്തി പിന്നെ കൊണ്ടൊരു മറുപടി ഇട്ട്. ആ മറുപടിയിലാണ് ഈ ഫെയിൽഡ് എന്നിട്ടത്. അതിപ്പം ജോയെയാണ് ഉദ്ദേശിച്ചത്, മറ്റാരെയല്ല ഉദ്ദേശിച്ചത്. ജോ സിബി മലയിലിനെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ എന്നാലും പേരൻസ് ഒക്കെ വഴക്ക് പറഞ്ഞു, അങ്ങനെ ഇടാൻ പാടില്ലായിരുന്നു, നീ ഒരിക്കലും അങ്ങനെ പറയരുത്, നമ്മൾ ആരുമല്ല അങ്ങനെ ആരെയും അങ്ങനെ താഴ്ത്തിക്കെട്ടി പറയാൻ എന്നുള്ളത് പറഞ്ഞു. അതൊരു അഹങ്കാരത്തിന്റെ മറുപടിയായിട്ട്, എത്ര പേളിയെ സ്നേഹിക്കുന്നവർക്കാണേലും അതൊരു അഹങ്കാരത്തിന്റെ മറുപടിയായിട്ട് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ സിബി മലയിന്റെ മകൻ എല്ലാം കറക്റ്റാന്നും പറയാൻ നമുക്കിവിടെ പറ്റില്ല. എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരന് മനസ്സിലായി പുള്ളിക്കാരനെ ഉദ്ദേശിച്ചെന്ന്. പക്ഷെ 1-2 ദിവസം ന്യൂസ് ചാനലിനെയും സോഷ്യൽ മീഡിയയും എല്ലാം ഇട്ട് വട്ടം കറക്കാൻ ഈ സിബി മലയിലെ മകന് സാധിച്ചിട്ടുണ്ട്. പുള്ളിക്കാരനത് നേരെ കൊണ്ട് അച്ഛന്റെ തലയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അച്ഛൻ സിബി മലയിലെ പോലെ പ്രായമുള്ള ഒരു വ്യക്തിയെ ഈ പേളിമാണി ഇത്രയും അപമാനിച്ചു എന്നുള്ള രീതിയിൽ സൈബർ അറ്റാക്ക് മേടിച്ചു കൊടുക്കാൻ വേണ്ടി നല്ലൊരു ശ്രമം നടന്നു. അത് കുറെ എല്ലാം വിജയിച്ചു. ആദ്യ ന്യൂസ് അങ്ങനെയാണ് വന്നത്. പേളി അതിന്റെ അകത്ത് അത്ര ക്ലാരിറ്റി കൊടുത്തില്ലെന്ന് തോന്നുന്നു. പേളിക്ക് ദേഷ്യം വന്നപ്പെട്ടുണ്ടായിരിക്കാം. പക്ഷെ ഏതായാലും മാപ്പ് പറഞ്ഞ് അതിനും ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. ആ പോസ്റ്റില് ഞാൻ അടുത്തത് കേൾക്കാം. അത് ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്തു, ഞാൻ അതങ്ങനെ അപ്ലോഡ് ചെയ്തു. ഈ കളറിൽ ഒരു വ്യാഖ്യാനം അദ്ദേഹം എൻഡിൽ കൊടുത്തിരുന്നു. ഈ കളർ കണ്ടാൽ അറിയാം എന്താണ് ഏത് പാർട്ടീനെയാണ് കൂടെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരു പാർട്ടിയുടെ ഭാഗമാക്കി കാണിക്കുന്ന രീതിയിൽ എനിക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. യെസ്, ഐ ലവ് സാഫ്രൻ
ആൻഡ് ഐ ലവ് ഇറ്റ് മോസ്റ്റ് ഇൻ ദി ഇന്ത്യൻ ഫ്ലാഗ് എന്ന് പറഞ്ഞു. ഇത് എഴുതി ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല, എല്ലാവരും അപ്പോഴേക്ക് സ്ക്രീൻഷോട്ട് എടുത്തു. അത് അദ്ദേഹത്തിനുള്ളൊരു മറുപടിയായിരുന്നു. സത്യം പറയാലോ, ഞാൻ കേരളത്തിൽ ഇത്രയും വർഷമായി നിങ്ങളുടെ മുമ്പിലാണ് ഞാൻ വളരുന്നത്. 18 വയസ്സ് തൊട്ട് ഞാൻ തുടങ്ങിയാണ് എൻ്റെ ഈ കരിയർ. നിങ്ങളുടെ മുൻപിലാണ് ഞാൻ ഈ മുഴുവൻ എൻ്റെ ലൈഫ് മുഴുവൻ ഞാൻ നിങ്ങളുടെ മുമ്പിലാണ് ജീവിച്ചിട്ടുള്ളത്. ഇന്നേ വരെ എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഐ എം ഓൾസോ ഹ്യൂമൻ ജസ്റ്റ് ലൈക്ക് ഓൾ ഓഫ് യു. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, അങ്ങനെ ഞാൻ എഴുതാൻ പാടില്ല. പക്ഷേ ഇവിടെ എനിക്ക് ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാ പാർട്ടിയിലും, അത് ഏതൊരു പാർട്ടി ആയിക്കോട്ടെ, ഇവിടെയുള്ള എല്ലാ പാർട്ടിയിലും എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളുള്ള ആളാണ് ഞാൻ. എനിക്ക് എല്ലാ പാർട്ടിയും എനിക്ക് വേണ്ടപ്പെട്ടതാണ്, എല്ലാ പാർട്ടിയും എനിക്ക് ഇഷ്ടമാണ്. ബിക്കോസ് അതിലെല്ലാം എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. ഇതിൻ്റെ അകത്ത് ആ പോസ്റ്റ് ഇട്ടപ്പോൾ വന്ന ഒരു നിറം ഓറഞ്ച് കാവി ഇങ്ങനെ അതിനെ കൂട്ടുപിടിച്ച് സിബി മലയിലിന്റെ മകൻ ജോസ് സിബി മലയിൽ വളച്ചൊടിച്ചു. അത് പിന്നെ എല്ലാവരും അങ്ങ് ഏറ്റെടുത്തു. അങ്ങനെ പേളിയുടെ കയ്യിൽ നിന്ന് പോകുന്ന പോക്കാണിത്. പേളിയെ കൊണ്ട് BJP-കാരിയാക്കി അങ്ങനെ അങ്ങ് വെച്ചു. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പേളി ഇരുന്ന് പറയുന്നത്. അല്ല, പേളിക്ക് എല്ലാ പാർട്ടിക്കാരുമായിട്ട് അടുപ്പമുണ്ട്, BJP-കാരെന്ന് അങ്ങനെയൊന്നും ഇല്ലെന്നൊക്കെയാണ് പേളി പറയുന്നത്. അറിഞ്ഞുകൊണ്ടിട്ടൊന്നും അല്ല, ആ ഒരു പോസ്റ്റിൽ ആ ഒരു കളർ ഇട്ടു. അപ്പോൾ വാശി തോന്നിയിട്ട് അതെ എനിക്ക് ഈ കളർ ഇഷ്ടമാണ്, ഞാൻ ഈ കളറിനെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് പേളി അതിട്ട്. ഇനി പേളി സിബി മലയിലിനെ കുറിച്ച് പേളിയുടെ ഒപ്പീനിയൻ എന്താണെന്ന് പറയുന്നേക്കാം. ക്ലാരിഫൈ ചെയ്യേണ്ടത്, ഈ പോസ്റ്റ് സ്റ്റോറി ഇട്ട സമയത്ത് ഇദ്ദേഹം വേറൊരു സ്റ്റോറി ഇട്ടിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ അച്ഛനെയാണ് ഞാൻ കുറ്റം പറയുന്നത്, അച്ഛനെയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇസ് ദ വൺ ആൻഡ് ഓൺലി സിബി മലയിൽ, ദ ഡയറക്ടർ, ദ ഐക്കോണിക്, ദ മോസ്റ്റ് ലവ്ഡ്, ദ മോസ്റ്റ് സെലിബ്രേറ്റഡ്. എനിക്കൊക്കെ ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് സിബി മലയിൽ സർ. ഞാൻ എന്നല്ല, നമ്മുടെ മലയാളികൾ എല്ലാവരും വി ആർ ഓൾ ബിഗ് ഫാൻ ഓഫ് സിബി മലയിൽ സർ. ഈ ഒരു സാധനമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തത്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ്. അത് അങ്ങനെ മാറ്റി. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അത് ന്യൂസ് ചാനൽസ് അത് ഇങ്ങനെ എടുത്ത് എഴുതുകയാണ്, അത് ക്ലാരിഫൈ ചെയ്യേണ്ടത്. ഞാൻ ഈ പോസ്റ്റ് ഇട്ടത് ഈ 10 പേജ് എന്നെക്കുറിച്ച് എഴുതിയ ഒരാൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സ്റ്റോറി ഇട്ടത്. പക്ഷെ അതിൽ സിബി മലയിൽ സർ എങ്ങനെ വന്നു, ഇത് ഞാൻ എങ്ങനെ തിരുത്തും എന്ന് എനിക്ക് മനസ്സിലാവണം. ഇനി ഞാൻ ഒന്നും ഇടരുതെന്നും തീരുമാനിച്ചു. എന്താ വെച്ചാൽ ഞാൻ ഇനി എന്തിട്ടാലും അത് പ്രശ്നമാവും, ഞാൻ മിണ്ടാണ്ടിരുന്നു. പക്ഷേ ഇതിങ്ങനെ കൂടി ഇതിപ്പം സത്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും സിബി മലയിൽ സാറിനെ അങ്ങനെ പറയില്ല. ബിക്കോസ് ഹീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടേഴ്സ് ഓഫ് മലയാളം സിനിമ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഐ എം എ ഹ്യൂജ് ഫാൻ സർ. സർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഐ ലവ് യു ആൻഡ് ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് യോഴ്സ്. ആൻഡ് ഐ ഓൾസോ വാണ്ട് ടു സേ, ഞാൻ ഈ വീഡിയോ ഇടുമ്പം നിങ്ങളെല്ലാവരും എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നിർത്തണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. യു ഷുഡ് ക്രിട്ടിസൈസ് മീ. ബിക്കോസ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഞാൻ ഫസ്റ്റ് അല്ലെങ്കിൽ സിബി മലയിലിനെ പോലൊരു വ്യക്തിയെ, പേളിയെ പോലൊരു വ്യക്തി കയറി അപമാനിക്കില്ല. എന്താണെന്ന് ചോദിച്ചാൽ അത് കൂടുതൽ ചിന്തിക്കുമ്പോൾ അങ്ങനെ തന്നെ മനസ്സിലാക്കാം. ഇത്ര ഹിറ്റ് ഫെയിൽഡ് ഡയറക്ടർ അല്ല അദ്ദേഹം. ഇപ്പൊ ആകാശദൂത്, കിരീടം, സമ്മർ ഇൻ ബേദലയം അങ്ങനത്തെ ഒത്തിരി പടങ്ങൾ ഹിറ്റ് മേക്കർ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പേളി കയറി പറയില്ല. പക്ഷെ ആരൊക്കെയോ അത് അങ്ങനെ ആ ന്യൂസിലൊക്കെ അത് അങ്ങനെയാണ് വന്നത്, വളച്ചൊടിച്ച് അങ്ങനെ ആക്കി. അല്ലെ പേളി കൊടുത്തതിൻ്റെ അകത്ത് ക്ലാരിറ്റി ഇല്ലാതെ പോയിട്ടുണ്ട്. ജോസ് സിബി മലയിലിനത് വളച്ചൊടിക്കാവുന്ന സാഹചര്യം ഉണ്ടായിക്കൊടുത്തത്. ഏതായാലും പേളിക്ക് മൊത്തത്തിൽ കഷ്ടകാലമായിരുന്നു എന്ന് പറയാം. അല്ലാതെ എന്ത് പറയാനാണ്. പേളി ഇപ്പൊ വന്നിരുന്ന് മാപ്പ് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ അഹങ്കാരമൊന്നും തോന്നുന്നില്ല. പേളിയുടെ സംസാരത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. അബദ്ധം പറ്റിയതിനല്ല. ഇപ്പൊ ജോസ് സിബി മലയിലിനാണേലും അയാളെ ആണേലും താഴ്ത്തി പറയാൻ പാടില്ലായിരുന്നു. അന്നേരം തോന്നിയ, കാരണം പേളി ഉദ്ദേശിക്കാത്ത ഒരു കാര്യത്തിന് 7 പേജെങ്ങാണ്ടും 10 പേജൊക്കെ ഇറങ്ങുന്ന രീതിയിൽ വളച്ചൊടിച്ചപ്പോൾ പെട്ടെന്ന് കേട്ടിട്ട് ഉറക്കം വന്നില്ല, ദേഷ്യം വന്നു. അതിന്റെ പുറത്ത് അതിന് മറുപടി കൊടുത്ത് അങ്ങനെയാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ നിന്ന് പേളിക്ക് നല്ല അറ്റാക്കാണ് ഈ ഒരു വിഷയത്തിലുണ്ടായത്. ഞാൻ വെറുതെ ഇൻസ്റ്റ നോക്കിയപ്പം ഈ ജോസ് സിബി മലയിലിനെ പറ്റി ഉള്ള ഒരു പോസ്റ്റ് ഉണ്ട്. അതോടെ ഒന്ന് കേക്ക് നിങ്ങൾ. ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് പേളി വിളിച്ചത് ദേ ഇവനെയാണ്, ജോസ് സിബി മലയിലിനെ. അത് സ്വന്തം തന്തയുടെ തലയിലിട്ട് പേളിക്ക് സൈബർ ബുള്ളിയും വാങ്ങിക്കൊടുക്കാനാണ് ശ്രമിച്ചത്. നല്ല കുരുട്ടുബുദ്ധി തന്നെ. ഇതിന്റെ പാതി മതിയല്ലോടാ ചങ്ങായി നല്ലൊരു പടം ചെയ്യാൻ വേണ്ടിയിട്ട്. സംവിധായകൻ സിബി മലയിലിന്റെ മകനാണെന്ന കാരണത്താൽ മലയാള സിനിമയിലേക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ എൻട്രി കിട്ടിയ നെപ്പോ കിഡാണ് ജോസ് സിബി മലയിൽ. പക്ഷെ കയ്യിലിരിപ്പും കഴിവില്ലായ്മയും കൊണ്ട് ഒന്നുമാകാൻ പറ്റാതെ പോയ ഒരു തോൽവി, അതാണ് ജോ മലയിൽ. തനിക്ക് നേരെ വന്ന ഒരു ആരോപണം പോലും അച്ഛന്റെ തലയിൽ വെച്ച് രക്ഷപ്പെടാൻ നോക്കിയ ലെവനാണ് പേളിക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത്. അതും നിലപാട്, അഭിപ്രായ സ്വാതന്ത്ര്യം ഇവയെക്കുറിച്ചൊക്കെ. ഡൽഹി സമരത്തിനെ കുറിച്ച് പേളി തന്റെ നിലപാട് പറഞ്ഞപ്പോൾ അതിന് 7 പുറം എസ്സേ എഴുതി അതിൽ പേളിയെ വ്യക്തിഹത്യ ചെയ്യുകയും അവരുടെ കുട്ടികളെ വരെ അതിലേക്ക് വലിച്ചിഴയ്ക്കുകയും ചെയ്തു. ഈ തോൽവിയായ സിനിമാക്കാരൻ അവസാനം പറയുന്നു വ്യക്തിപരമായ അഭിപ്രായം പേഴ്സണൽ സ്പേസിൽ മതിയെന്ന്. ഇവനാണല്ലോ നാട്ടുകാരെന്ത് പറയണം എന്ത് പറയണ്ട എന്ന് തീരുമാനിക്കുന്നത്.
ഒരു വിമർശനം ഉന്നയിച്ചിട്ട് അതിന്റെ മറുപടി വരുമ്പോൾ നേരിടാനുള്ള അണ്ടിക്കുറപ്പെങ്കിലും കാണിക്കണം മിസ്റ്റർ. അല്ലാതെ അച്ഛന്റെ തലയിൽ വെച്ച് കൊടുത്ത് രക്ഷപ്പെടാനല്ല നോക്കേണ്ടത്. സിനിമയിൽ ഗതി പിടിക്കാത്തതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. മലയാളത്തിൽ ഇത്രയും ഹിറ്റ് ഒരുക്കിയ ദേശീയ പുരസ്കാരങ്ങൾ നേടിയ സിബി മലയിലിനെ ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിക്കാൻ പേളിക്ക് വട്ടൊന്നുമില്ല. വിളിച്ചത് നിന്നെയാണ് ജോസെ, നിന്നെ മാത്രമാണ്. കാരണം നീ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറാണ്, പരാജയപ്പെട്ട അസിസ്റ്റന്റ് ഡയറക്ടർ. ആളുകൾ സാധാരണഗതിയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആവുന്നത് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ടാണ്. നിന്നെ കൊണ്ടത് സാധിച്ചില്ല. നീ ഇപ്പോഴും അസിസ്റ്റന്റ് ഡയറക്ടറാണ്. തന്തയുടെ ജുബയുടെ പോക്കറ്റ് കയറി നിൽക്കാതെ ആണുങ്ങളെ പോലെ മറുപടി കൊടുക്കണം മിസ്റ്റർ ജോ മലയിൽ. അതല്ലെങ്കിൽ ഇനി പേളി വന്നിട്ട് അടുത്ത ഡയലോഗ് അടിക്കും, നിന്നെ തന്നെയാണ് പറഞ്ഞത് നിന്റെ തന്തയെ അല്ലാന്ന്. അതോടുകൂടെ നീ തേയും. സിബി മലയിലിന്റെ മകന് തോന്നിയ ഒരു കുരുട്ടുകുത്തിയായിട്ട് തന്നെയാണ് ഇപ്പൊ കേട്ട് വരുമ്പോ തോന്നുന്നത്. അതായത് ഒന്ന് സോഷ്യൽ മീഡിയ നമുക്ക് സിബി മലയിലിന്റെ മകൻ ഏതായിരുന്നു അറിയില്ല, ഇപ്പൊ ഒരുമാതിരി എല്ലാവർക്കും അറിയാം. ഒന്നത്. രണ്ടാമത് ശരിക്കും സൈബർ അറ്റാക്ക് കിട്ടും അങ്ങനെയൊന്നും വന്നാൽ. കാരണം സിബി മലയിലിനെ പോലെ ഒരു വ്യക്തിയെ പേളി കയറി ഇതുപോലെ അഹങ്കാരം പറഞ്ഞു എന്ന് കേട്ടാൽ ശരിക്കും അറ്റാക്ക് ഉണ്ടാവും. അപ്പൊ അതൊരു ചർച്ചയാവും. ശരിയാണ്, എല്ലാവരും എടുത്തിട്ട് ചർച്ചയായിരുന്നു. അപ്പൊ അതിനുവേണ്ടി ചെയ്ത് പേളിക്കെട്ട് കൊടുത്ത ഒരു 1.5 പണിയായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഇപ്പൊ അത് സത്യമൊക്കെ നിരങ്ങി വരുന്നുണ്ട്. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.